ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫേസ്ബുക്ക് മോണിറ്റൈസേഷനെ കുറിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫേസ്ബുക്ക് മോണിറ്റൈസേഷനെ കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അതായത് എനിക്ക് മോണിറ്റൈസേഷൻ ആയപ്പോഴുണ്ടായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അതായത് എല്ലാവരുടെ ഒരു സംശയമാണ് മോണിറ്റൈസേഷൻ എത്ര ആകും, ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏണിങ്സ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, അങ്ങനെ കുറേ സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയണത്. അതായത് ചിലർക്ക് 10K ഫോളോവേഴ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മോണിറ്റൈസേഷൻ ആവും, പക്ഷേ ഏണിങ്സ് ഒന്നും കിട്ടില്ല. അങ്ങനെ എല്ലാവർക്കും പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങനെ മോണിറ്റൈസേഷൻ ആയിട്ടും കുറേ നാൾ കാത്തിരുന്നതിന് ശേഷമൊക്കെ ആയിരിക്കും 10K ഏണിങ്സ് കയറി തുടങ്ങുന്നത്. അപ്പോൾ എനിക്കൊരു 8.4K ഫോളോവേഴ്സ് ആയപ്പോൾ തന്നെ എനിക്ക് ഏണിങ്സ് ചെറുതായിട്ട് കയറി തുടങ്ങി. അതായത് ഈ സബ്സ്ക്രിപ്ഷനും സ്റ്റാർസും ഒക്കെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കതൊന്ന് പെട്ടെന്ന് ഒന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊന്നുമില്ല. ആർക്കെങ്കിലും തോന്നിയാലും ഒരു സ്റ്റാർ തന്നെങ്കിലായി, അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തെങ്കിലായി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പിന്നെ നമുക്കത് പെട്ടെന്ന് നമുക്ക് അത് കിട്ടണ ഒരു പരിപാടിയൊന്നുമല്ല. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നുണ്ടാവാം. എനിക്ക് 8.4K, അതായത് മോണിറ്റൈസേഷൻ ആയി കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ 8.4K ഫോളോവേഴ്സ് ആയതിനു ശേഷമാണ് എനിക്ക് ഏണിങ്സ് കയറി തുടങ്ങിയത്. അതായത് കണ്ടൻറ് മോണിറ്റൈസേഷൻ അത് ഓപ്പണായി. അതായത് കണ്ടൻറ് വീഡിയോസ് നമ്മൾ ചെയ്യണം. അതായത് 3 സെക്കൻഡ് വീഡിയോസ് അതായിരിക്കും ഏറ്റവും നല്ലത്. 3 സെക്കൻഡ് വീഡിയോസ് ആകുമ്പോൾ അതായത് ഒരുപാട് റീച്ച് കിട്ടും, ആളുകൾ ഒരുപാട് കാണും. അതായത് റീൽസ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ വീഡിയോസ് 3 സെക്കൻഡ് ഉള്ളെങ്കിൽ അവർ ചിലപ്പോൾ കാണും. കുറേ നേരം ഉള്ളതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ തൊണ്ടി അങ്ങനെ വിട്ട് കളഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ ആൾക്കാർ കാണണമെങ്കിൽ 3 സെക്കൻഡ് വീഡിയോസൊക്കെ കൂടുതൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ അതിൽ നിന്ന്, അതായത് നമ്മൾ റീൽസ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. അതായത് സ്റ്റോറീസ് ഇടുന്നതിൽ, അത് കണ്ടൻറ് മോണിറ്റൈസേഷൻ ആയി കഴിയുമ്പോഴത്തേക്കും ഇവർ നോക്കുന്നതൊക്കെയാണ് ഫോട്ടോസ്, സ്റ്റോറീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ റീൽസ് ഞാൻ അധികമൊന്നും ചെയ്യാറില്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോ റീൽസ് അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. പക്ഷേ ഇത് ഫോട്ടോസ് ഇടാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് അതിൻ്റെ ഒരു ഏണിങ്സ് കയറുന്നുണ്ട്. പിന്നെ റീൽസ് വല്ലപ്പോഴും ഇടുന്നെങ്കിലും അപ്പോൾ നമ്മൾ റീച്ച് കിട്ടുന്നതനുസരിച്ച് പിന്നെ അതിൻ്റെ ഒരു ഏണിങ്സ് കയറുന്നുണ്ട്. പിന്നെ ഫോട്ടോസ് ഞാൻ എപ്പോഴും ഇടാറുണ്ട്. ഫോട്ടോസ് അതിൻ്റെ ഒരു ഏണിങ്സ് കിട്ടും നമുക്ക്. പിന്നെ സ്റ്റോറി നമ്മൾ ഡെയിലി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു വരുമാനം നമുക്ക് കയറും. അതായത് റവന്യൂ, ഇപ്പോൾ സോങ്സ്, ഇപ്പോൾ ഒരു പിക്ചർ ഇട്ടിട്ട് അതിൻ്റെ സോങ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സോങ് എടുക്കുമ്പോഴത്തേക്കും അതിൽ 2 ഓപ്ഷൻസ് കാണാൻ പറ്റും. റവന്യൂ ഷെയറിങ്ങും ഉണ്ട്. പിന്നെ എന്തെന്നാ ഇത് റോയൽറ്റി ഫ്രീ എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ റവന്യൂ ഷെയറിംഗ് എന്ന് കാണിച്ചിരിക്കുന്നതിൽ നിങ്ങൾ സോങ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നമുക്ക് കിട്ടുന്ന റവന്യൂ ഷെയർ ചെയ്ത് പോകും. അതിൻ്റെ പിന്നെ റവന്യൂ ഷെയർ ചെയ്ത് പോകും. അതായത് പിന്നെ ഇതാരൊക്കെ ഈ സോങ്സ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ സോങ്ങിൻ്റെ ഉടമസ്ഥൻ ആരാണ്, അവർക്കിത് ഷെയർ ചെയ്ത് പോകും. നമുക്കൊരു $10 കിട്ടുന്നതാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ പലർക്കായി ഡിവൈഡ് ചെയ്ത് പോയിട്ട് നമുക്ക് ചിലപ്പോൾ $1 കിട്ടുള്ളൂ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൽ റോയൽറ്റി ഫ്രീ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സോങ്സ് ഇടുക. അതായത് ഇംഗ്ലീഷ് സോങ്സ് ഒക്കെ ആയിരിക്കും, ട്യൂണൊക്കെ ആയിരിക്കും, അല്ലാണ്ട് സോങ് ആയിട്ടൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. അതിടുക. അതിൽ നിന്നാണ് കൂടുതൽ എൺ ചെയ്യാൻ പറ്റുന്നത് നമുക്ക്. അപ്പം ഇതൊക്കെയാണ് കണ്ടൻറ് മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ സ്റ്റോറീസ് ഇടുക. ഡെയിലി സ്റ്റോറീസ് ഇട്ടാലും മതി. നമ്മൾ ഡെയിലി സ്റ്റോറീസ് ഇട്ട് കൊടുക്കുക, ഫോട്ടോസ് ഇടുക. റീൽസ് എപ്പോഴും ചെയ്യണം എന്നൊന്നുമില്ല. റീൽസ് ചെയ്യണം, എന്നാൽ ലോങ് റീൽസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ലോങ് റീൽസിനേക്കാളും നല്ലത് 3 സെക്കൻഡുള്ള റീൽസ് അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്തപ്പോഴാണ് ഏണിങ്സ് കയറി തുടങ്ങിയത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏണിങ്സ് കയറി തുടങ്ങും. ഇത്രയൊക്കെയാണ് കണ്ടൻറ് മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. പ്രൊഫഷണൽ മോഡിലേക്ക് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ചെന്നിട്ട് നിങ്ങളുടെ പേജ് പ്രൊഫഷണൽ മോഡിലേക്ക് ആക്കുക. എന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അതായത് ഡെയിലി ഓരോ സ്റ്റോറി ഇടാൻ ശ്രമിക്കുക, ഫോട്ടോസ് ഇടാൻ ശ്രമിക്കുക, റീൽസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി മോണിറ്റൈസേഷൻ ആകും, നമുക്ക് ഏണിങ്സ് കയറി തുടങ്ങും. പിന്നെ നമുക്ക് ഒരുപാട് ഫ്രണ്ട് റിക്വസ്റ്റുകളൊക്കെ വന്ന് കിടപ്പുണ്ടാവില്ല. ആദ്യ സമയങ്ങളിൽ ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് ഒന്നും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പം എങ്ങനെയാണ് ഇത്രയും ഫോളോവേഴ്സ് വരുന്നതെന്ന്, ആളുകൾക്ക് വരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം ചുമ്മാ ഇരുന്ന സമയത്ത് ഇതെല്ലാം ഒന്ന് അക്സെപ്റ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ എല്ലാം അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തപ്പോഴാണ് വീണ്ടും എനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോൾ 8.4K ഫോളോവേഴ്സ് ആയിരിക്കുന്നത്, ഏണിങ്സും കയറാൻ തുടങ്ങിയത്. അപ്പോൾ നിങ്ങളങ്ങനെ അതേപോലെ ചെയ്ത് നോക്കുക. ഫേസ്ബുക്ക് വരുമാനം തരുന്നതായിരിക്കും. അതായത് എനിക്ക് അനുഭവം ഉണ്ടതുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് എന്തായാലും വരുമാനം കിട്ടും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ഡെയിലി സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് മോണിറ്റൈസേഷനെ കുറിച്ച്, കണ്ടൻറ് മോണിറ്റൈസേഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മോണിറ്റൈസേഷനായി ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം നേടാൻ ശ്രമിക്കാം. താങ്ക് യു.